ഒരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഈസി മെത്തേഡ് ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യൂടെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നോണ്ടേ ഒരു ടീസ്പൂൺ ഷാജീര, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഒരു സ്റ്റാർ അനീസ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് വലിയ 2 സവാള, ചെറുതാണെങ്കിൽ ഒരു 3 or 4 എടുക്കാം, സവാള, എരിവിനനുസരിച്ച് പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 2-3 കഷ്ണം ഇഞ്ചി പേസ്റ്റ്, വലിയ 2 ഉരുളൻകിഴങ്ങ് ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞത് ഇതിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഒരു ഇച്ചിരി ഉരുളൻകിഴങ്ങിനൊക്കെ ഒരിത്തിരി കളറ് കിട്ടാനായിട്ട് ഞാൻ ഒരു ഇച്ചിരിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഇതൊന്ന് വാടി കിട്ടാനായിട്ട് ഒന്ന് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നീട് ഞാൻ ഇതിൽ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ. ഞാൻ ഷാഹി ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം പോകണേ ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് എന്ന വെള്ളമാണ് രീതിയിലാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളവും ഇപ്പം ഞാൻ 4 ഗ്ലാസ് അരി ചേർക്കുന്നുണ്ട്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളവും പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട്. കാരണം ഈ റൈസ് ഞാൻ വേവിച്ച് നോക്കണേ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. റൈസിൻ്റെ അകത്തും പിന്നെ വ്യത്യാസം വരും ഈ വേവിലെ. കറക്റ്റ് പറയുവാണെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ റൈസിന് ആവശ്യമായ ഉപ്പൂടെ ഞാൻ ഈ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാറായണേ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇനിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അരി തിളച്ച് വരട്ടെ. ഇവിടെ ഞാനൊരു 2-3 ചെറിയ സവാള ആയതുകൊണ്ട് ഒരു 3 സവാള എടുത്ത് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണേ. ഇതിങ്ങനെ ഒന്ന് അരിഞ്ഞതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഞെവിടണം, അന്നേരം അത് ഇതളായിട്ട് വരും. അപ്പോൾ ഇവിടെ അരിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇനി തീ ഇച്ചിരി ഒന്ന് കുറച്ചിടുവാണ്. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഇനി കുറച്ച് നേരം. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ റൈസ് തുറന്ന് നോക്കിയുണ്ടേ അടിയിലെ വെള്ളമൊക്കെ വറ്റി, പക്ഷേ ചോറ് ഇത്തിരി വെറ്റ് പോലുണ്ട്. അപ്പം ഞാനത് തീ ഓഫ് ആക്കിയിട്ടിട്ട് 10 മിനിറ്റ് ഇത് അടച്ചിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബേ ലീഫൊക്കെ ഞാൻ അങ്ങ് എടുത്ത് മാറ്റി ഇതിലേക്ക് ഞാനൊരു 1-2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കിസ്മസൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ മുട്ട ഞാനൊന്നൊരു ഇച്ചിരി ഓയിലിൻ്റെ അകത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത്. അപ്പം നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.